എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ യമദേവൻ വേഷം മാറി ഒരു വൃദ്ധയുടെ രൂപത്തിൽ ഉണ്ണിമോളുടെ കുട്ടികളുടെ ഒപ്പം കൂടുകയാണ്. പിന്നീട് അവരോട് പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറയാം. പക്ഷെ ഈ സമയത്തും മനു പറഞ്ഞു അല്ല മുത്തശ്ശി, അത് പിന്നെ ഞങ്ങൾ തന്നെ പോകുന്നത് വളരെ വിഷമിച്ചാണ്. കാരണം ഏതിലും വണ്ടി കിട്ടുവാണെങ്കിൽ അതിന് കയറിപ്പോന്ന് കരുതിയിരിക്കുന്നത്. ആ സമയം വയ്യാത്ത മുത്തശ്ശി ഞങ്ങളോടൊപ്പം വന്നാൽ എങ്ങനെ ശരിയാവണേ? മുത്തശ്ശിക്ക് തീരെ വയ്യല്ലോ എന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു അങ്ങനെ പറയരുത് മോനെ എന്ന് പറയാണ്. ഉണ്ണിമോള് പറഞ്ഞു എന്താ മനു ഇങ്ങനെ പറയണേ? പ്രായമായ ഒരു മുത്തശ്ശിയല്ലേ, നമ്മളോടൊപ്പം പോരട്ടെ. നമ്മൾ വണ്ടി കിട്ടി പോവുകയാണെങ്കിൽ ആ ഒപ്പം തന്നെ മുത്തശ്ശിനെ നമുക്ക് കയറ്റിക്കൊണ്ട് പോകല്ലോ എന്ന് പറയണം. അവസാനം മുത്തശ്ശി പറഞ്ഞു ദേ ഈ മോള് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം. ഒരു പക്ഷെ ഞാൻ തനിച്ചു പോയാൽ എനിക്ക് എന്തേലും വഴിയെ കിടന്ന് സംഭവിച്ചു പോയപ്പോലും ആരും അറിയത്തില്ല. നിങ്ങളുടെ കൂടെയാണെങ്കിൽ എനിക്കൊരു ധൈര്യമുണ്ടെന്ന് പറയണം. പക്ഷെ അവർക്കറിയില്ലോ അത് യമദേവൻ വേഷം മാറി വന്നതാന്നുള്ള കാര്യം. അങ്ങനെ അവസാനം അവരോടൊപ്പം ചേരുവാണ്. ഈ സമയം കാറിനകത്ത് ഒരിറ്റു വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് അനസൂയ. വിനോദിനോട് പറഞ്ഞു വിനോദേട്ടാ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് വെള്ളം വേണം, എൻ്റെ തൊണ്ട വട്ടി വരളുക, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് പറയണം. നീ മരിക്കണോടി, നീ മരിക്കണം, ഒരിറ്റു വെള്ളം കിട്ടാതെ നീ മരിക്കണം, അതാ നിനക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം. കാരണം എൻ്റെ ഉണ്ണിമോളോട് ചെയ്ത ചെറിയ ദ്രോഹമല്ല നീ. പെറ്റമ്മയും പോറ്റമ്മയായിട്ട് ചമഞ്ഞിട്ട് നീ അവളോട് എന്നെ ചെയ്തേ. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചില്ലേന്ന് ചോദിക്കാം. വിനോദേട്ടാ ഇങ്ങനൊന്നും പറയരുത്, വയറ്റൊരു കുഞ്ഞും കൂടെ ഉണ്ട്, വയറ്റൊരു കുഞ്ഞുണ്ട് പോലും, ആ ഒരു ചിന്ത നിനക്കാടി വേണ്ടേ, അല്ലാതെ ഈ പറയുന്നത് എനിക്കല്ലായിരുന്നു വേണ്ടേന്ന് പറയാം. ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്കറിയാം വിനോദേട്ടാ, എന്ത് പ്രായച്ചിത്തം ചെയ്യാൻ എനിക്ക് ഒരുക്കുവാന്ന് പറയണം. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. ഇങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നി അനുസരിക്കുക. അപ്പോഴേക്കാണ് ഗിരിദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഗിരിദേവൻ അവരെ ഒന്ന് നോക്കി ചിരിക്കുകയാണ്. അവർ കണ്ടില്ലേ ഗിരിദേവൻ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പിന്നീട് സർപ്പങ്ങൾ എടുത്തിക്കുന്നു. കാറിന് ചുറ്റിന് സർപ്പങ്ങൾ ഇങ്ങനെ പത്തി വിരിച്ച് കിടന്ന് ആടുവാണ്. പിന്നീട് പറഞ്ഞു അതെ നിങ്ങൾ നിങ്ങളുടെ കലി അടക്കുക, നിങ്ങളുടെ പൈതകൾക്ക് ഒന്നും സംഭവിക്കില്ല, അവിടെ തന്നെ എത്തുമെന്ന് പറയണം. ഇപ്പം നിങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടുന്ന് പിന്മാറാൻ പറയാം. അവസാനം സർപ്പങ്ങൾ ഇങ്ങനെ നോക്കുവാണ് ഗിരിദേവനെ. ഇതെൻ്റെ ആജ്ഞയാന്ന് പറയണം. ആജ്ഞയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സർപ്പങ്ങൾ പത്തിയൊക്കെ താഴ്ത്തി കാറിന് ചുറ്റും അങ്ങോട്ട് പോവാണ്. പിന്നീട് ഗിരിദേവൻ അനസൂയയുടെ വിനോദിൻ്റെ മുന്നിലേക്ക് ചെല്ലുവാണ്. പെട്ടെന്ന് അനസൂയ പറഞ്ഞു ഗിരിദേവ ഒരു ഇറ്റ് വെള്ളം കിട്ടാതെ വലഞ്ഞിരിക്കുമോ ഞാൻ, ഒരിറ്റ് വെള്ളം കിട്ടണം, ഗിരിദേവന് ഇച്ചിരി വെള്ളം കൊണ്ടേ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി വിനോദ് പറഞ്ഞു വേണ്ട ഗിരിദേവ, വെള്ളമൊന്നും കൊണ്ടേ കൊടുക്കണ്ട, ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചോളാം എന്ന് പറയണം. ഗിരിദേവൻ പറഞ്ഞു അതെ ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണം. അത് ഗിരിദേവ സർപ്പങ്ങളൊക്കെ പോയി, ഇനി അവരൊന്നും ചെയ്യത്തില്ല, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയണം. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടെങ്കിൽ വിനോദ് ചോദിച്ചു അല്ല ഗിരിദേവ, എൻ്റെ ഉണ്ണിമോൾക്ക് ഇതുവരെയായിട്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, പക്ഷേ അവളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അവൾക്ക് അവളുടെ അവസാന ആഗ്രഹം സാധിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം മുത്തശ്ശിയും മിനിയും ജയനും ഒക്കെ ശിവലിംഗത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പം മിനി പറഞ്ഞ് കുറേ സമയം നമ്മളോട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഗിരിദേവൻ നമ്മളോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. അതെ ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്, പക്ഷേ എങ്കിൽ ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിദേവനും അനസൂയയും വിനോദമൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് ഗിരിദേവനെ കണ്ടുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു എന്താ ഗിരിദേവ ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ കാരണം എന്താണെന്ന് ചോദിക്കുക. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അവളും ശബരിമലയ്ക്ക് പോയേക്കുമല്ലേ, പക്ഷേങ്കിൽ അവൾക്ക് ആപത്ത് സംഭവിക്കുക, അവളുടെ കൂടെ തന്നെ ആപത്ത് കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഒരാപത്തും പെടാതെ അവിടെ ചെല്ലണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറയണം. എന്താ ഗിരിദേവ, എന്ത് വെള്ളം ചെയ്യാൻ സമ്മതമാണെന്ന് മിനിയും ജയനും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പറയണം. പിന്നീട് പറഞ്ഞു ഇത് കണ്ടല്ലേ ഈ ശിവലിംഗം ആരെങ്കിലും ഒരാൾ എടുത്തോണ്ട് ഉണ്ണിമോളെ അനുഗമിക്കണമെന്ന് പറയണം. കാരണം ഈ ശിവലിംഗത്തിൽ ശിവൻ്റെ സാന്നിധ്യമുണ്ട്, അപ്പോൾ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയണം. അത് കേട്ടിപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. അനസൂയ പറഞ്ഞു ഞാൻ ഈ കാര്യം ചെയ്യാം, ഞാനാണല്ലോ തെറ്റ് ചെയ്തേ, അപ്പോൾ അതിന് ഒരു പ്രായശ്ചിത്തം ആയിക്കോട്ടെ, ഈ ശിവലിംഗം എടുത്തുകൊണ്ട് ഉണ്ണിമോളെ ഞാൻ അനുഗമിക്കാമെന്ന് പറയാം. പെട്ടെന്ന് വിനോദ് പറഞ്ഞു വേണ്ട, അതൊരിക്കലും ശരിയാകത്തില്ല, നീ ചെയ്ത കൊടും ക്രൂരത ഒരിക്കലും വേണ്ട, ഒരു പക്ഷേ പോകുന്ന വഴിക്ക് നീ ശിവലിംഗം വലിച്ചെറിഞ്ഞിട്ട് പോകും, അതിനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വേണ്ട, എൻ്റെ ഉണ്ണിമോളെ ഇനിയും കൊല്ലാൻ വേണ്ടി നീ പുറകെ പോകുന്നത് വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും അത്ര സമയം ഒന്നും മിണ്ടായിരിക്കുമായിരുന്നു മുത്തശ്ശി.
പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, അനസൂയെ, നീ ഇത്രയും നാൾ ചെയ്ത് കൂട്ടിയതുണ്ടല്ലോ, എന്ത് വലിയ അപരാധമെന്ന് നിനക്കറിയാവോ? എൻ്റെ മോൾ അതിന് മാത്രം എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? നീ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എൻ്റെ മോള് നിന്റെ ചതിയൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവൾക്ക് അതൊന്നും അറിയത്തില്ല. നിന്നെ വിശ്വസിച്ചാ അവൾ ഇപ്പോഴും മലയ്ക്ക് പോയിരിക്കുന്നത്. നിനക്കറിയാവോ? ഒന്നുമല്ലേലും നിനക്കൊരു സ്വന്തമായിട്ട് മോളുണ്ടല്ലോ. അവൾക്ക് എങ്ങനെ ഒരു ആപത്ത് പറ്റിയെന്ന് നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഞാൻ ഇന്നുവരെ ആരെയും ശപിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് അറിഞ്ഞ് ശപിച്ചിട്ടുണ്ടെങ്കിൽ 7 തലമുറ നീ അനുഭവിക്കും എന്ന് പറയാ. ഇത് കേട്ടത് അനുസരിച്ച്, ശപിച്ചോമേ, എന്നെ ശപിച്ചോ, എന്ത് വേണം ചെയ്തോളാം പറയണം. ഞാൻ ശപിക്കില്ല. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നീ ചെയ്ത കൊടും ക്രൂരത എത്ര മാത്രമാണ്. പാവം ആ ബാലിക, അവള് ഉണ്ണിമോള് എന്ത് തെറ്റ് ചെയ്തു നിന്നോട്? അതിന് മാത്രം ശിക്ഷ അവൾക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിന്റെ സ്വാർത്ഥത, നിന്നെ വിശ്വസിച്ച് പോയത് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവള് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ചെയ്ത തെറ്റെന്ന് പറയാം. അപ്പോഴേക്കും അനസൂയ പറഞ്ഞു, എന്നോട് ക്ഷമിക്കമ്മേ, വേണം അമ്മയുടെ കാല് പിടിച്ചാൽ മാപ്പ് പറയാം, എന്നോട് ക്ഷമിക്കുക. ഇനി അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ തല്ലാം അല്ലെങ്കിൽ കൊല്ലാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കൈയെടുത്ത് സ്വയം കഴുത്തിന് വെക്കുകയാണ് അനസൂയ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, എനിക്ക് നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും പറ്റില്ല എന്ന് പറയണം. അതിന് ഞാനാരാ നിന്നെ തല്ലാനും കൊല്ലാനും എന്ന് പറയാം. അവസാനം അനസൂയ പറഞ്ഞു, എനിക്ക് ഈ ശിവലിംഗോട് തുണ്ണിമോളെ പിന്തുടരണം, അത് മാത്രം ഒരു പ്രായച്ചിത്തം എന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യണം, ഓടിച്ചെന്ന് ശിവലിംഗം അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുകയാണ്. ശിവലിംഗം എടുത്ത് പൊക്കാൻ പോയിട്ടൊന്ന് അനക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗിരിദേവൻ പറഞ്ഞു, ആൻറ്റിക്ക് അത് എടുക്കാൻ പറ്റില്ല. ആൻറ്റിയുടെ മനസ്സിലും കയ്യിലും ഒക്കെ പാവക്കറയുണ്ട്, ഒരിക്കലും പറ്റില്ല. പാവക്കറയുള്ളിടത്ത് ശിവന്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല, ഒരിക്കലും അത് തൊടാൻ പോലും സാധിക്കില്ല എന്ന് പറയണം. അങ്ങനെ അനസൂയ അങ്ങോട്ട് മാറിക്കഴിഞ്ഞും മിനി വന്നിട്ട് പറഞ്ഞു, അതെ, ഉണ്ണിമോളെ അനുഗമിക്കാനായിട്ട് ആരെങ്കിലും പോകണ്ടേ, ഉണ്ണിമോളെ ജീവൻ രക്ഷിക്കണ്ടേ, അനസൂയയ്ക്ക് പറ്റാത്ത ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മിനി അത് വന്ന് എടുക്കാൻ നോക്കി. മിനിക്ക് സാധിച്ചില്ല. ഗിരിദേവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, പാവക്കറയുള്ളവർക്ക് ഒരിക്കലും അത് സ്പർശിക്കാൻ പോലും സാധിക്കില്ലെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. മനസ്സിൽ പാവക്കറയില്ല അല്ലെങ്കിൽ കയ്യിൽ പാവക്കറയില്ലെന്ന് ഉറച്ച പൂർണ്ണ ബോധ്യമുള്ളവർക്ക് മാത്രം ആ ശിവലിംഗം വന്നെടുക്കാമെന്ന് പറയണം. അത് കേട്ടതും ആരും ഒന്നും മിണ്ടിയില്ല, പരസ്പരം നോക്കി. പിന്നീടും ദേവകിയമ്മ അങ്ങോട്ട് വരുവാണ്. ശിവസ്തുതി പാടി ദേവകിയമ്മ വന്നിട്ട് ആ ശിവലിംഗം ഈസിയായിട്ട് കയ്യിൽ അങ്ങോട്ട് കോരിയെടുക്കുകയാണ്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, അതെ, ഈ വൃത്തിക്ക് ഉണ്ണിമോളെ അനുഗമിക്കാനായിട്ടായിരിക്കും ഭഗവാന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും വിനോദ് പറഞ്ഞു, അതെ, ഞാനും വരാം അമ്മയുടെ. അമ്മേനെ തനിച്ചു വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ കൂടെ ഞാൻ വരൂ, അമ്മയുടെ കൂടെ കൂട്ടായിട്ട് ഞാൻ വരുമെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, അത്ര എളുപ്പമുള്ള കാര്യമല്ല, വഴിയിൽ കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം പോകാനെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഉണ്ണിമോളും അവരെല്ലാം നടന്നു കുറേ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു പഴയ വീട് കണ്ടു. അങ്ങോട്ടേക്ക് കയറുവാണ്. അപ്പം കുറേ മടുത്തു, എല്ലാവരും കൂടെ, കുട്ടികളെല്ലാം നന്നായിട്ട് മടുത്തു. അങ്ങനെ അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ യമദേവൻ പറഞ്ഞ്, വൃത്തിയായ സ്ത്രീ പറഞ്ഞു, അതെ, എല്ലാവരും മടുത്തില്ലേ കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇച്ചിരി വെള്ളം കുടിക്കാം, ഞാനും ഇത്തിരി വെള്ളം കുടിക്കാൻ പോവാം, നിങ്ങളും ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കാൻ പറയണം. അങ്ങനെ എല്ലാവരും ബാഗിനകത്തുനിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ണിമോൾക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് അപ്പം മുത്തശ്ശി ചോദിച്ചു, അല്ല, മോളുടെ കൈവശം വെള്ളമില്ലേന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഞാൻ വെള്ളയിലെ കുഴപ്പമില്ല, ഞാൻ കുടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഉണ്ണിമോളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതേ ഉണ്ണിമോൾ കുടിക്കാനും പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അഭിജിത്തും നന്ദനെ അവർ പരസ്പരം നോക്കുകയാണ്. അഭിജിത്ത് പെട്ടെന്ന് തൻ്റെ കയ്യിലിരുന്ന വെള്ളം അങ്ങോട്ട് അടച്ച് ബാഗിനകത്ത് എടുത്ത് വെച്ചു. ബാക്കിയുള്ളവരും അതുപോലെ ചെയ്തു. പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു, എന്താ മക്കളെ, നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലേന്ന് ചോദിക്കുക. ഏയ് വേണ്ട, ഉണ്ണിമോൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. ഉണ്ണിമോളുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുവാണ്. ജലപാനമൊന്നും നടത്തിയേക്കരുത്, അങ്ങനെ ജലപാനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തനിക്ക് ശബരിമലയിൽ പോകാനായിട്ട് പറ്റില്ല, അയ്യപ്പസ്വാമിയെ ദർശിക്കാനായിട്ട് പറ്റില്ല, തൻ്റെ ജീവൻ അപകടത്തിലാവും, അതുകൊണ്ട് ഒരിക്കലും അത് പറ്റില്ല, വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഉണ്ണിമോൾ അത് കുടിച്ചില്ല. മുത്തശ്ശിക്ക് മനസ്സിലായി ഇവളത് കുടിക്കാൻ പോകുന്നില്ലെന്ന്. പോരാത്തന്നെ കുട്ടികളും അതെടുത്ത് വെച്ചില്ലേ. പെട്ടെന്ന് തന്നെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വെള്ളം കുടിക്കാതിരിക്കണമെന്ന് ചോദിക്കാം. ഉണ്ണിമോൾ പറഞ്ഞു, നിങ്ങൾ കുടിച്ചോ അഭിജിത്തെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. ഏയ് വേണ്ട, ഉണ്ണിമോൾ കുടിക്കാത്തപ്പം ഞങ്ങൾ കുടിക്കില്ല എന്ന് പറയാം. ദേ മോള് കേട്ടില്ല, അവർ പറഞ്ഞേ, മോള് കുടിക്കാത്തതുകൊണ്ട് അവർ കുടിക്കാത്തേ, മോള് കുടിക്കാനും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഉണ്ണിമോൾ ഇങ്ങനെ ഇരിക്കണം, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ സമയത്ത് മുത്തശ്ശിയും വിനോദം കൂടെ നടക്കുന്ന സമയത്ത് ഒരു 2 വഴിക്ക് തിരിയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ഏത് വഴിക്ക് പോയാലാ അവർ പോയെന്നറിയത്തില്ല. പെട്ടെന്ന് അവിടെ ചെന്നിട്ട് മുത്തശ്ശി പറഞ്ഞു, അല്ല വിനോദേ, ഇതെങ്ങോട്ട് പോകണ്ടേ, 2 വഴിയുണ്ടല്ലോ, ഇതിലേത് വഴിയാണ് നമ്മൾ പോകേണ്ടതെന്ന് അറിയത്തില്ലോ, കുട്ടികൾ പോയ വഴി ഏതെന്ന് അറിയില്ലോ എന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ അയ്യപ്പസ്വാമി, നീ എന്തെങ്കിലും കാണിച്ചു തരണം, വഴി ഏത് വഴിയാന്നുള്ള കാണിച്ചു തരണം എന്ന് പറയണം. ആ സമയം അയ്യപ്പസ്വാമി വനമാലിയും കൂടെ കണ്ടുമുട്ടുവാണ്. വനമാലി പറഞ്ഞു, അവർ വഴി തെറ്റി നിൽക്കുമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ,
അവർ വഴിതെറ്റി നിൽക്കുക. എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം അവർക്കില്ല. കാരണം പിതാവ് ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് കൂടെ കൂട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് വഴി കാണിച്ചു കൊടുത്തേനെന്ന് പറയാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്താലോ, ഞാൻ പോയി വഴി കാണിച്ചു കൊടുത്താലോ നിൽക്കുക. വേണ്ട, ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. കാരണം അവൾക്ക് ഈ പ്രായത്തിൽ തന്നെ അവൾ കുറേ അധികം അനുഗ്രഹങ്ങൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ അനുഗ്രഹമൊന്നുമല്ല, ദശാവതാരങ്ങൾ അവൾക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. കുറേ അവതാരങ്ങളെങ്കിലും അവൾക്ക് നേരിട്ട് ദർശിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അങ്ങയുടെ സാന്നിധ്യം, നാരായണൻ്റെ സാന്നിധ്യം അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മതി. പക്ഷേങ്കിൽ അവിടുന്ന് പോകണ്ട. കാരണം എന്നെയാണ് വിളിച്ച് അവൾ അപേക്ഷിക്കുന്നത്. അപ്പം ഞാനാണ് അവൾക്ക് സഹായം വരലുണ്ടെന്ന് ഗിരിദേവൻ പറയുകയാണ്. അങ്ങനെ നാരായണനെ അങ്ങനെ ആ കൂടെ വിടുന്നില്ല. നാരായണോട് പറയാം വേണ്ട, പോകണ്ടെന്നും പറഞ്ഞുകൊണ്ട് നാരായണനെ അവിടെ പിടിച്ചെടുത്തുക. എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാനാണല്ലോ പോയി രക്ഷിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.